കുന്നന്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി അഡ്വക്കേറ്റ് എം വി വിജയനും വൈസ് പ്രസിഡന്റായി അഡ്വക്കേറ്റ് എൻ സി പ്രിനിയും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇരുവരും 10 വോട്ടുകൾ വീതം നേടിയാണ് വിജയിച്ചത്. കുന്നന്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി LDF പ്രതിനിധി അഡ്വക്കേറ്റ് എം വി വിജയൻ തിരഞ്ഞെടുക്കപ്പെട്ടു. കുന്നന്താനത്തെ ഇടതു ഭരണ തുടർച്ച ഉറപ്പാക്കിക്കൊണ്ട് നടന്ന തെരഞ്ഞെടുപ്പിൽ 10 വോട്ടുകൾ നേടിയാണ് എം വി വിജയൻ അധികാരമേറ്റത്. മല്ലപ്പള്ളി താലൂക്ക് സ്റ്റാറ്റിക്കൽ ഓഫീസർ ബാബു ജോസഫ് പുതിയ പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച മാലതി സുരേന്ദ്രന് 5 വോട്ടുകൾ ലഭിച്ചു. BJP അംഗം തെരഞ്ഞെടുപ്പ് നടപടികളിൽ നിന്നും വിട്ടുനിന്നു. ജനാധിപത്യത്തിന് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് കഴിഞ്ഞ 2 മാസമായി നമ്മുടെ പഞ്ചായത്തിൽ വളരെ സൗഹൃദപരമായി സംഘർഷങ്ങളില്ലാതെ മുൻകാലങ്ങളിൽ യാതൊരുവിധ സങ്കടപ്പെടുന്ന അനുഭവങ്ങളില്ലാതാണ് സൗഹാർദ്ദപരമായി തെരഞ്ഞെടുപ്പിനെ എല്ലാ രാഷ്ട്രീയ മുന്നണികളും നേരിടുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പൊതുജനങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും നമ്മുടെ സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായില്ല. തീർത്തും ജനാധിപത്യപരമായിരുന്നു. ആരെയും നിർബന്ധിക്കാനോ ആരെയും ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ സ്വാധീനിക്കാനോ ഒന്നും കഴിയാതെ നിർഭയമായി വന്ന് വോട്ട് ചെയ്ത് അവരുടെ മനസ്സിലുള്ള സമ്മതങ്ങൾ 16 വാർഡുകളായി രേഖപ്പെടുത്തി. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ ആക്ഷേപങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അനാവശ്യമായ പ്രചരണമോ ഒന്നും ഒരു രാഷ്ട്രീയ മുന്നണിയും ആരെക്കുറിച്ച് നടത്തി. ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ LDFിലെ NC പ്രിനി വിജയിച്ചതോടെ ഭരണസാരഥ്യത്തിൽ ഇടതുമുന്നണി കരുത്തുറപ്പിച്ചു. കഴിഞ്ഞ 3 വർഷമായി ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന LDF ഭരണസമിതിയുടെ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് സ്ഥാനമേറ്റെടുത്ത ശേഷം അഡ്വക്കേറ്റ് എം വി വിജയൻ പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിൽ നടന്ന അനുമോദന ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും പങ്കെടുത്തു. എല്ലാ നിലക്കുള്ള വികസന പ്രവർത്തനം നടത്തുന്നതിന് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അംഗങ്ങളും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. തീർച്ചയായും പ്രതിപക്ഷത്തുള്ള 6 അംഗങ്ങളെ വിശ്വാസത്തിലെടുത്ത് അവരെ കൂടെ ചേർത്ത് നിർത്തി അവരുടെ കൂടെ ആലോചനയും നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ച് നല്ല നിലക്കുള്ള പ്രവർത്തനങ്ങൾ നിലവിലുള്ള കാര്യങ്ങൾക്കകത്ത് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ കഴിയുമോ, എന്തെല്ലാം പുതുതായി രൂപീകരിക്കാൻ കഴിയുമോ എന്നുള്ളത് ഞങ്ങളൊരു പ്രകടനമന്ത്രി എന്ന നിലയ്ക്ക് വീടുകളിൽ എത്തിച്ചു. അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വരുന്ന 25 വർഷം ശേഷം, അതായത് 2050 നമ്മുടെ നാട് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചുകൊണ്ടാണ് ഞങ്ങളൊരു പ്രധാനമായും ചർച്ച, വികസന പ്രവർത്തനങ്ങൾ, ആസൂത്രണം, ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി പോകാൻ. കേവലം 5 വർഷത്തേക്ക് മാത്രമല്ല, ഗ്രാമപഞ്ചായത്തിൽ നിന്നൊരു 500 രൂപ ചെലവാക്കുന്ന അവസ്ഥ വന്നാലും ഒരു 25 വർഷം ശേഷം അടുത്ത തലമുറയിൽ വരുന്ന ആളുകൾക്ക് എങ്ങനെയായിരിക്കും ഈ നാട് ആയിരിക്കേണ്ടത് എന്നുള്ളതിന് അടിസ്ഥാന ശില അതാണ് ഞങ്ങൾ പ്രധാനമായും മുഖ്യമായും പ്രാധാന്യം.